ചേട്ടാ, നമ്മൾ ഈയിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളം വീഞ്ഞാക്കിയ അടയാളത്തിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചു. പിന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ പഴയ നിയമത്തിലും ഈ അടയാളങ്ങൾ ഉണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ നോക്കിയാൽ നമുക്ക് അടയാളങ്ങൾ കാണാം. നമ്മളത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അനേക അടയാളങ്ങൾ, നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടി, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമ്മൾ നോക്കുമ്പോഴേക്കും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചേട്ടെ. 14. പകലും രാവും തമ്മിൽ വേർതിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിവാനായും ഉതകട്ടെ. അപ്പോൾ അവ അടയാളങ്ങളായും, ഇപ്പം നമ്മളിത് വെളിച്ചമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ദൈവം ഇത് പറയുമ്പോഴേക്കും ഇതിനൊരു അടയാളമായിട്ട് വെച്ചിരിക്കുക. അന്ത്യസമയത്ത്, നാളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി നോക്കിയാലും ഈ സൂര്യനും ചന്ദ്രനും ഇതെല്ലാം അടയാളങ്ങളായിട്ട് ദൈവം വെച്ചിരിക്കുന്ന, ഇതെല്ലാം ഇളകിപ്പോകുന്ന ഒരു സമയമെല്ലാം വരുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആക്ട്സ് 2:19 and 20. I will show wonders in heaven above and signs in the earth beneath, blood and fire and vapor of smoke. The sun shall be turned into darkness and the moon into blood before the coming of the great and awesome day of the Lord. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. അപ്പോൾ ഇത് വചനത്തിൽ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇത് വിശ്വസിക്കുമോ? സൂര്യൻ ചന്ദ്രൻ രക്തമായിട്ട് മാറിപ്പോകും, സൂര്യൻ പ്രകാശം കെടുക്കാതിരിക്കും. ഇതെല്ലാം ഇറ്റ് ഈസ് ഓൾറെഡി റിട്ടൺ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ ആ അടയാളങ്ങൾ പഴയ നിയമത്തിൽ മുഴുവൻ നമുക്ക് കാണാം. നമ്മൾ ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ മോശ മുഖാന്തരം അവരെ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടിരുന്നുണ്ട്. മോശയെ ദൈവം വിളിക്കുമ്പോൾ തന്നെ അവിടെ ഒരു വലിയൊരു അടയാളമാണ് കാണിക്കുന്നത്. മുൾപ്പടർപ്പ് കത്തുന്നു, എന്നാലും മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല. അതൊരു വലിയൊരു അടയാളം ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ മോശ 10 ബാധകളെ അയച്ചിട്ടാണ് ഇവരെ വിടുവിക്കുന്നത്. ഫറവോന്റെ ഹൃദയം ഓരോ പ്രാവശ്യം കഠിനമാകുന്നു. 10ാമത്തെ ബാധയ്ക്ക് ശേഷമാണ് ഫറവോൻ ഇവരെ ജനത്തെ വിട്ടയക്കുന്നത്. അപ്പോൾ അതെല്ലാം ഓരോന്ന് പഠിച്ചാൽ അനേക കാര്യങ്ങൾ അതിനകത്തുണ്ട്. എന്നാൽ ആദ്യത്തെ അടയാളം നമ്മൾ നോക്കുമ്പോൾ തന്നെ മോശ നൈൽ നദിയിൽ വടി കൊണ്ട് അടിക്കുന്നു. ആ നൈൽ നദിയിലെ വെള്ളം രക്തമായിട്ട് തീർന്ന കാണിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ആദ്യത്തെ അടയാളം എന്താണ്? വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതം. അപ്പോൾ ഞാനത് പറഞ്ഞു, യേശു ദൈവം വചനമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു രക്തമായിട്ട് തീരുവാൻ, അല്ലെങ്കിൽ തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകുവാൻ ഈ ലോകത്തിലേക്ക് പ്രത്യക്ഷനായി, അല്ലെങ്കിൽ ലോകത്തിലേക്ക് കടന്നു വന്നു നമ്മളെ വിടുവിക്കാൻ വേണ്ടി. എന്തിനാ? രക്തം കൊടുത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. അവസാനത്തുള്ളി രക്തം വരെ കാൽവരിയിൽ ചൊരിഞ്ഞിട്ടാണ്, ആ രക്തത്തിലൂടെയാണ് നമുക്ക് വീണ്ടെടുപ്പ് ഉള്ളത്. അപ്പോൾ പഴയ നിയമത്തിൽ അതിന് നിഴലാട്ട് നിൽക്കുന്ന ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാൻ വേണ്ടി ആദ്യത്തെ അടയാളം തന്നെ വെള്ളം രക്തമാക്കുന്നത് കാണിക്കുന്നു. അതിനു മുമ്പ് നമ്മൾ ഒന്നും കൂടി ചിന്തിക്കുകയാണെങ്കിൽ, മോശ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നുണ്ട്. കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ ആദ്യം അവിടെ ഒരു അടയാളം കാണിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് ചിന്തിക്കാം. എക്സോഡസ്, പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വന്നാൽ, പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 12 വരെ 4 വാക്യങ്ങൾ. യഹോവ മോശയോടും അഹരോനോടും, ഫറവോൻ നിങ്ങളോട് ഒരു അത്ഭുതം കാണിപ്പീൻ എന്ന് പറഞ്ഞാൽ നീ അഹരോനോട് നിന്റെ വടിയെടുത്ത് ഫറവോന്റെ മുമ്പാകെ നിലത്തിടുക എന്ന് പറയണം. അതൊരു സർപ്പമായി തീരുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അഹരോൻ തന്റെ വടി ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ നിലത്തിട്ടു. അത് സർപ്പമായി തീർന്നു. അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ശുദ്രക്കാരെയും വിളിപ്പിച്ചു. മിസ്രൈമ്യ മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. അവർ ഓരോരുത്തൻ താന്താന്റെ വടി നിലത്തിട്ടു. അവയും സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹരോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. നമുക്ക് ആ ചരിത്രങ്ങൾ അറിയാം, നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ വടി താഴ്ത്തിയിടുന്നു, വടി താഴ്ത്തിയിടുമ്പോൾ അത് സർപ്പമായിട്ട് തീർന്നു. സർപ്പം എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്?
പാപത്തെ അല്ലേ, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവനെ നമുക്ക് വേണ്ടി പാപം ആക്കി. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം, അവസാന വാക്യമാണ് 2 കൊരിന്ത്യർ. അപ്പോൾ പാപം, സർപ്പം പാപത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ നമുക്കത് കാണാം. പാമ്പ് കടിയേറ്റ് ജീവിതങ്ങൾ മരിച്ചപ്പോഴേക്കും യഹോവയെ ദൈവം അഹരോനോട് മോശയോട് പറയുന്നുണ്ട്, നീ താമ്ര സർപ്പത്തെ ഉണ്ടാക്കി ഒരു കൊടിമരത്തിൽ തൂക്കുക. ഓക്കെ, പാമ്പ് കടിയേറ്റ് ആരെങ്കിലും ഈ താമ്ര സർപ്പത്തെ നോക്കിയാൽ അവൻ ജീവിക്കും. അപ്പം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ മരണത്തെ, ഇല്ലെങ്കിൽ ആ കാൽവരിയിലെ മരണത്തെ നോക്കുന്നവൻ, ഇല്ലെങ്കിൽ അത് വിശ്വസിക്കുന്നവൻ, ആ മരണം എനിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നവൻ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ളതിൻ്റെ ഒരു സിംബോളിക് പിക്ചറാണ്. പാമ്പ് കടിയേറ്റ് ജനങ്ങളെല്ലാം മരിച്ചപ്പോൾ ആ താമ്രസൽപ്പം കൊണ്ട്, താമ്രം എപ്പോഴും ജഡ്ജ്മെന്റിനെ കാണിക്കുന്നത്. ദൈവത്തിന്റെ കോപത്തീയിൽ വെന്തെരിഞ്ഞ ജീവനാഥനെ എന്നുള്ള പാട്ടുകളെല്ലാം നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ ദൈവത്തിന്റെ കോപത്തീയിൽ പാപം യേശു പാപം ചെയ്തിട്ടില്ല, പക്ഷെ നമ്മുടെ പാപം വായിച്ചുകൊണ്ട്, സർവ്വജനത്തിൻ്റെയും പാപം വായിച്ചുകൊണ്ട് യേശു കാൽവരിയിൽ മരിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു. അപ്പം അതിൻ്റെ ഒരു പിക്ചറാണ്. സർപ്പത്തിൻ്റെ കടിയേറ്റ ജീവിതങ്ങൾ അന്ന് മരിച്ചപ്പോഴേക്കും പഴയ നിയമത്തിൽ യഹോവ മോശയോട് പറഞ്ഞു, നീ ഇതുപോലെ ചെയ്യുക, താമ്രസർപ്പത്തെ ഉയർത്തുക. ആരെങ്കിലും താമ്രസർപ്പത്തെ നോക്കിയാൽ അവർ ജീവിക്കും. ഇപ്പം ജീവനുണ്ടാകുവാൻ, ഇപ്പോൾ പാവത്തിൽ നിന്ന് വിടുതൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ചിന്തിച്ച വിഷയം, മോശ ഇല്ലെങ്കിൽ അഹരോൻ വടി താഴെയിട്ടു, അത് സർപ്പമായിട്ട് തീർന്നു. അപ്പോൾ ഫറവോനും അവരുടെ ക്ഷുദ്രക്കാരെയും മന്ത്രവാദികളെയും അവരുടെ കൊട്ടാരത്തിൽ ഇവരെല്ലാം ഉണ്ട്. അവർ വന്ന് ഇത് തന്നെ കാണിച്ചു അല്ലേ? അവരുടെ വടിയെല്ലാം താഴെ ഇട്ടപ്പോഴേക്കും അവരുടെ വടിയും എല്ലാം സർപ്പമായിട്ട് തീർന്നു. പക്ഷെ അവിടെ ഒരു കാര്യം സംഭവിച്ചു, അഹരോന്റെ വടി എന്ത് ചെയ്തു? എല്ലാ അവരുടെ പാമ്പുകളെല്ലാം വിഴുങ്ങി. അപ്പൊ അതെന്തിനാ കാണിക്കുന്നത്? ഓൾ അവർ സിൻസ്. ലോകത്തിന്റെ ആളുകളും മന്ത്രവാദികളും അവരുടെ വടി താഴെയിട്ടപ്പോൾ അതും സർപ്പമായിട്ട് തീർന്നു, പാപമായിട്ട് തീർന്നു. പക്ഷെ ഒറ്റ വ്യത്യാസമുള്ളൂ, രക്ഷകനായിട്ട് അവിടെ വന്ന, ഇല്ലെങ്കിൽ അഹരോന്റെ തടിയിൽ മോസസിന്റെ വടി താഴെയിട്ടപ്പോഴേക്കും ആ സർപ്പം ഈ സർപ്പങ്ങളെല്ലാം വിഴുങ്ങി. ലോകത്തിന്റെ സകല ജനത്തിന്റെയും പാപം തൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് മരിച്ച ഒരു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഒരു പിക്ചറാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അടയാളമാണോ? ഇതെല്ലാം അടയാളമാണ്. ഇത് നമുക്ക് വചനം വായിച്ച് മനസ്സിലാവുന്നവർക്ക് മാത്രമേ അത് തിരിച്ചറിയത്തുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന അടയാളങ്ങളായിട്ടാണ്. അപ്പോൾ പലരും ചോദിക്കും, പുതിയ നിയമത്തിൽ അപ്പോൾ നമ്മൾ വല്ല അടയാളങ്ങൾ നമുക്ക് വല്ല അടയാളങ്ങൾ ഇനിയുണ്ടോ? നമുക്ക് കിട്ടാനുള്ള അടയാളങ്ങൾ ഏതാണ്? പക്ഷെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, വചനത്തിൽ വേറൊരു വാക്യമുണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിലെ വാക്യമാണ്, അത് നമുക്കത് വായിക്കണ്ട. അപ്പോൾ പുതിയ നിയമത്തിൽ നമുക്ക് ഒരടയാളമേ യേശു ക്രിസ്തു നമുക്ക് തന്നിട്ടുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അതുണ്ട്, വേണമെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 29-ഉം 30-ഉം വാക്യം. And while the crowds were thickly gathered together, he began to say, "This is an evil generation. It seeks a sign, and no sign will be given to it except the sign of Jonah, the prophet. For as Jonah became a sign to the Ninevites, so also the Son of Man will be to this generation." അപ്പോൾ 29-ാം വാക്യം പറയുന്നത്, പുരുഷാരം തിങ്ങിക്കൂടിയപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങിയത്, കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു തുടങ്ങിയത്, ഈ തലമുറ ദോഷമുള്ള തലമുറയാവുന്നു, അത് അടയാളം അന്വേഷിക്കുന്നു, യോനയുടെ അടയാളമല്ലാതെ അതിന് ഒരടയാളവും കൊടുക്കുകയില്ല. യോന നിനവക്കാർക്ക് അടയാളമായതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കുമാകും. യോനയ്ക്ക് സംഭവിച്ചെന്താണെന്ന് നമുക്കറിയാം അല്ലേ? യോനയെ കടൽ മത്സ്യം വിഴുങ്ങി 3 ദിവസം 3 രാവും 3 പകലും അതിനുശേഷം നിനവയിലേക്ക് യോനയെ കടലാമ പുറത്തേക്ക് വിടുന്നു, അവിടെ നിന്ന് പ്രസംഗിക്കുന്നു, നിനവെ മുഴുവൻ രക്ഷിക്കപ്പെടുന്നു. അപ്പം കർത്താവ് യേശുക്രിസ്തു പറയാമോ, യോനയുടെ അടയാളമല്ലാതെ വേറെ അടയാളം നമുക്ക് പുതിയ തലമുറയ്ക്കില്ല എന്ന് പറഞ്ഞാൽ, കർത്താവ് യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ നീതീകരണത്തിനായിട്ട് ഉയർപ്പിച്ചിരിക്കുന്നതെല്ലാം ഞാൻ പറഞ്ഞായിരുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ നീതീകരണത്തിനായിട്ട് കർത്താവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ അടയാളമല്ലാതെ വേറൊരു അടയാളത്തിൻ്റെ ആവശ്യം ഇനി പുതിയ നിയമത്തിന്, പുതിയ നിയമസഭയ്ക്ക് വേറെ ആവശ്യമില്ല.
അല്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്തപ്പോൾ അതിങ്ങനെ പറയായിരുന്നു, ഈ ധനവാനും ലാസറിൻ്റെ കാര്യം പഠിപ്പിച്ചപ്പോൾ പറയായിരുന്നു, ധനവാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ, ആ ലാസറിനെ ഒരു തുള്ളി, ഞാൻ ഈ നരകത്തിൽ യാതന അനുഭവിക്കുന്ന ലാസറിനെ ഇങ്ങോട്ട് അയച്ച് ഒരു തുള്ളി വെള്ളം എൻ്റെ നാവിൽ തൊട്ട് തരാൻ പറയണം. അപ്പോൾ അബ്രഹാം പിതാവ് പറയുന്നു, ഇവിടെ നിന്ന് ഒരാൾക്ക് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും കടന്നു വരാൻ കഴിയില്ല, നിങ്ങൾക്കും പറ്റിയ വലിയൊരു പിളർപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ധനവാൻ പറയുന്ന അടുത്ത റിക്വസ്റ്റ് ഉണ്ട്, അങ്ങനെയെങ്കിൽ എൻ്റെ ഭൂമിയിൽ എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരുടെ അടുത്തേക്ക് അവനെ അയക്കണം. മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. അപ്പോൾ അവിടെയും അബ്രഹാം പിതാവ് പറയുന്നൊരു കാര്യമുണ്ട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ വിശ്വസിച്ചില്ലെങ്കിൽ മരിച്ചിട്ട് ഒരാൾ ചെന്നാൽ പോലും വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ 5 പുസ്തകങ്ങൾ, ആദ്യത്തെ 5 പുസ്തകങ്ങൾ മോശയുടെയും പിന്നെ പ്രവചന പുസ്തകങ്ങൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിലൂടെ എല്ലാം വായിച്ച് കർത്താവ് യേശു ക്രിസ്തു രക്ഷകൻ എന്നുള്ള ഒരു നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ മരിച്ചിട്ട് ഒരാളൊന്നും പറഞ്ഞാൽ എഴുന്നേൽക്കത്തില്ല. അപ്പോൾ പുതിയ നിയമത്തിൽ നമുക്ക് ഇനി പുതിയൊരു അടയാളത്തിൻ്റെ ആവശ്യമുണ്ടോ? അടയാളത്തിൻ്റെ ആവശ്യമില്ല. യോനയുടെ അടയാളമല്ലാതെ വേറൊരു അടയാളം ആവശ്യമില്ല. അവിടെ ആ വാക്യം എഴുതിയിരിക്കുന്നത് എങ്ങനെ? ഒന്നുകൂടി 30ാമത്തെ വാക്യം, യോന നിനവേക്കാർക്ക് അടയാളമായതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കാകും. സോ ഗോഡ് ഓൾറെഡി ഗേവ് എ സൈൻ ഫോർ അസ്. അല്ലെ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം കാൽവരിയിൽ പ്രദർശിപ്പിച്ചു. നമുക്ക് വേണ്ടി മരിക്കയാൽ നാം പാപികളായിരിക്കെ തന്നെ, നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മളുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തി. അപ്പോൾ ആ സ്നേഹം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ വേറൊരു അടയാളം നമുക്കിനി ഇല്ല, അല്ലേ? അപ്പോൾ അടയാളം പഴയ നിയമത്തിൽ മുഴുവനും അടയാളങ്ങൾ ഉണ്ട്. നമ്മൾ ഒത്തിരി പറയുകയാണെങ്കിൽ ആ 10 ബാധകളെല്ലാം പഠിക്കുകയാണെങ്കിൽ എല്ലാം there is a sign behind all that. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് സോ ക്ലിയർ. 1-ാം അധ്യായം പോലും നമ്മൾ നോക്കിയാൽ ദൈവം സകലം സൃഷ്ടിച്ചിരിക്കുന്നതെല്ലാം there is a message. ഇത് അടയാളങ്ങളും കാലങ്ങളുമായിട്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്നു പറയുമ്പോഴേക്കും 19-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നുണ്ട്, ആകാശം ദൈവത്തിൻ്റെ കൈവേല പ്രസിദ്ധമാക്കുന്നു, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേല പ്രസിദ്ധമാക്കുന്നു, പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു, ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾക്കാനില്ല. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം. മീൻസ് ആകാശം ഒരു മെസ്സേജ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലേ? ആകാശവിധാനം വിത്തൗട്ട് വേർഡ്സ്. രാത്രിക്ക് ഒരു കാര്യം മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുക. പകലിന് വാക്ക് പൊഴിക്കുന്നു, പക്ഷെ there is no words. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾക്കാനുമില്ല. അപ്പോൾ നമ്മുടെ ലൈഫ് തന്നെ മറ്റുള്ളവർക്ക് ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ പറയുന്ന വാക്കുകളല്ല ആൾക്കാർക്ക് വേണ്ടത്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളുടെ സംസാരത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ ഇല്ലെങ്കിൽ ആ സ്വഭാവം മറ്റുള്ളവർക്ക് മനസ്സിലാകണം. ഞാൻ എപ്പോഴും ഒരു ഉദാഹരണം പറയാറുള്ളത് പോലെ, നമ്മൾ കേരളത്തിൽ നിന്ന് വന്ന ആളുകളായതുകൊണ്ട് ഫ്രൂട്ട് ട്രീസിനെ കുറിച്ചൊക്കെ നമുക്കറിയാം, അല്ലേ? നല്ല ചക്കയെല്ലാം പഴുത്ത ഒരു തോട്ടത്തിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ മണം കിട്ടുമ്പോൾ നമുക്കറിയാം ഇത് നല്ല ചക്കപ്പഴമായി, ഇത് പഴുത്തിട്ടുണ്ട്, അല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ അത് കഴിക്കണേക്ക് മുമ്പ് നമുക്കറിയാം, ഓ സ്മെൽസ് ഗുഡ്, അല്ലേ, നല്ലതായിരിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിലെ സന്തോഷം, സമാധാനം ഇതെല്ലാം മറ്റുള്ളവർ അനുഭവിപ്പാൻ ഇടയാകണം. അതെല്ലാം ഒരു അടയാളമായിട്ട് മറ്റുള്ളവർക്ക് ലഭിക്കണം. ഓക്കെ, അപ്പം അടയാളമുണ്ടോ? തീർച്ചയായിട്ടും അടയാളമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ഇത് തന്നെ ഏറ്റവും വലിയ ആ വടിയെ ഇട്ട് സർപ്പമായിട്ട് തീർന്നു. ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളെയും അഹരോൻ്റെ വടി വിഴുങ്ങിയതുപോലെ തന്നെ ലോകത്തിൻ്റെ സകല പാപങ്ങളും, ശാപങ്ങളും, രോഗങ്ങളും തൻ്റെ ശരീരത്തിൽ കർത്താവ് യേശു ക്രിസ്തു വഹിച്ചു. അതുകൊണ്ട് അവൻ്റെ ശരീരം അവൻ്റെ രക്തത്തുള്ളികളായിട്ട്, വേർപ്പ് രക്തത്തുള്ളികളായിട്ട് ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടത്. ആ ഒരു അടയാളമല്ലാതെ നമുക്കിനി വേറെ അടയാളം ഇല്ല. ആമേൻ. അത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് ഇനി വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ പല കാര്യങ്ങളും മനസ്സിലാവും. ഈ ഒരു സെൻസിൽ, പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോഴേക്കും ഓ ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്, ഇത് അതാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് തന്നെ വെളിപ്പെട്ട് കിട്ടും. ഓക്കെ, ദൈവത്തോടത് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ മതി, വാട്ട് ഈസ് ഇറ്റ്, എനിക്കത് മനസ്സിലാകുന്നില്ല. അപ്പോൾ ദൈവം അത് വെളിപ്പെടുത്തി തരും. എനിവേ, ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ്.